ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 11-ാം അധ്യായത്തിലെ വിശ്വാസത്തെക്കുറിച്ചാണ് പൗലോസ് ശ്ലീഹ ഇവിടെ പറയുന്നത്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് വിശ്വാസത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് വിശ്വാസം? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്തതിൻ്റെ നിശ്ചയവും എന്ന് പറഞ്ഞാൽ, പ്രത്യാശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവ പ്രായോഗികമായി യാഥാർത്ഥ്യമായാൽ എന്നതുപോലെയുള്ള ഒരു ഉറപ്പും കാണാത്തവയെക്കുറിച്ചുള്ള ബോധ്യവും, അതാണ് വിശ്വാസം എന്നതിന് ഇവിടെ കൊടുത്തിരിക്കുന്ന വിശദീകരണം. വിശ്വാസം എന്നതിന് ഇംഗ്ലീഷിൽ 2 വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ബിലീഫ്, 2 ഫെയ്ത്ത്. ബിലീഫ് എന്ന് പറയുന്നത് an understanding of the actual, ഭൗതിക തലങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കണ്ടും കേട്ടും സ്പർശിച്ചും നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഉദാഹരണം, വെള്ളത്തിൽ ഓക്സിജനും ഹൈഡ്രജനുമുണ്ട്. ഭൂമി ഉരുണ്ടതാണ്. വെള്ളത്തിൽ നമുക്ക് നേരെ കാണുമ്പോൾ ഇത് കാണാൻ പറ്റുന്നില്ല. എന്നാൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ലോകം അത് മനസ്സിലാക്കി നമ്മളത് വിശ്വസിക്കുന്നു. നമ്മൾ കാണുന്ന ഭൂമി വാസ്തവത്തിൽ പരന്നതാണ്, പക്ഷേ അത് ഉരുണ്ടതാണെന്ന് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ മനുഷ്യൻ കണ്ടുപിടിച്ച് വ്യക്തമാക്കിയതാണ്. അതിന് നമ്മൾ ബിലീഫ് എന്ന് പറയുന്നു. എന്നാൽ യേശു ദൈവമാണ് എന്നുള്ളത് മാനുഷികമായ ഏതെങ്കിലും പരീക്ഷണങ്ങൾക്കോ നിരീക്ഷണങ്ങൾക്കോ വ്യക്തമാക്കാൻ സാധിക്കുന്നതല്ല. അത് ഫെയ്ത്ത് എന്ന് പറയുന്ന അനുഭവമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടും കേട്ടും പരീക്ഷിച്ചും അറിയാൻ പ്രയാസമാണ്. അല്ലാതെയും പല കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ലൗകിക കാര്യങ്ങളിൽ തന്നെ ചില ഉദാഹരണങ്ങൾ പറയാം. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഭൂമിയിൽ നമ്മൾ കാണുന്നത് ഭൂമി നിശ്ചലമായി നിൽക്കുന്നു. സൂര്യൻ സഞ്ചരിക്കുകയാണ്. രാവിലെ കിഴക്ക് ഉദിക്കുന്ന സൂര്യൻ സഞ്ചരിച്ച് സന്ധ്യയാകുമ്പോഴേക്കും പടിഞ്ഞാറ് വന്ന് അസ്തമിക്കുന്നതായി നമ്മൾ കാണുന്നു. സത്യത്തിൽ എന്താണ്? സൂര്യൻ ഒരിടത്ത് നിൽക്കുകയാണ്, മറ്റെല്ലാ ഗ്രഹങ്ങളും അതിനെയാണ് ചുറ്റുന്നത്. ഭൂമിയാണ് സൂര്യനെ വലയം വെക്കുന്നത്. പക്ഷെ അത് പരീക്ഷണങ്ങളിലൂടെയൊക്കെ മനുഷ്യൻ വ്യക്തമാക്കിയപ്പോൾ നമ്മൾ അതിൽ വിശ്വസിച്ചു. പക്ഷെ നമ്മൾ കാണുന്നതിന് വിരുദ്ധമാണത്. വിദൂര സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഇപ്പോഴത്തെ പോലെ ലഭിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയത് പത്രവാർത്തകളിലൂടെയാണ്. അതിന് വേറെ ഗവേഷണങ്ങളോ നിരീക്ഷണങ്ങളോ ഒന്നും നടത്താതെ നമ്മൾ അത് വിശ്വസിച്ചിരുന്നവരാണ്. കാരണം അത് സംഭവിച്ച ആ സ്ഥാനത്തിന്റെ വിശ്വസനീയതയാണത്. അങ്ങനെയെങ്കിൽ ഒരിക്കലും വ്യാജമാകാത്ത ദൈവപുത്രന്റെ പ്രഖ്യാപനങ്ങളെ നമ്മൾ എത്രയധികം വിശ്വസിക്കണം. 2, അനുഭവത്തിൽ നിന്ന് വിശ്വാസമുണ്ടാകും. ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ മാതാപിതാക്കളെ അപ്പനായും അമ്മയായും അംഗീകരിക്കുന്നത് എങ്ങനെയാണ്? അവൻ ബുദ്ധിപരമായി എൻ്റെ അപ്പനും അമ്മയും സ്ത്രീയും പുരുഷനുമായിരുന്നു. അവർ വിവാഹം കഴിച്ചു, ദാമ്പത്യ ധർമ്മത്തിലേർപ്പെട്ടു. പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ടവും തമ്മിൽ സംയോജിച്ച് ഞാൻ ജനിച്ചുവെന്ന് അവൻ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവൻ മനസ്സിലാക്കുന്നത് ഞാൻ കരയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്നു, വിശക്കുമ്പോൾ എനിക്ക് ഭക്ഷണം തരുന്നു, എന്നെ ചുംബിക്കുന്നു, എന്നെ എടുക്കുന്നു, എന്നെ സംരക്ഷിക്കുന്നു. ഇതെൻ്റെ അപ്പൻ അമ്മ എന്ന അവസ്ഥയിലേക്ക് ആ അനുഭവത്തിലൂടെയാണ് അവൻ തന്റെ മാതാപിതാക്കളെ തിരിച്ചറിയുന്നത്. ഇതുപോലെ നമ്മളും ദൈവത്തെ
തിരിച്ചറിയുന്നത് നേരിൽ കണ്ടിട്ടല്ല, അനുഭവങ്ങളിലൂടെയാണ്. പിന്നെ പൂർവികരുടെ സാക്ഷ്യങ്ങളിലൂടെയാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പൂർവികരുടെ സാക്ഷ്യമാണ്. ആ സാക്ഷ്യത്തിനെയാണ് നമ്മൾ ചരിത്രം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ ശബ്ദത്താൽ കർത്താവിനെ വിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. അനുഭവത്തിൽ നിന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമാണിത്. ലോകം ദൈവവചനത്താൽ സൃഷ്ടിക്കപ്പെട്ടുവെന്നും ഇന്ന് കാണുന്നവയൊക്കെ കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിന് നമ്മൾ വേറെ പരിശോധനയൊന്നും നടത്തുന്നില്ല. ആ ദൈവവചനത്തിൽ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുകയാണ്. ഇവിടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ചില ആളുകളുടെ ഒരു ചരിത്രമാണ് പൗലോസ് ശ്ലീഹ 11-ാം അധ്യായത്തിൽ പറയുന്നത്. ഒന്ന് ഹാബേൽ, ഹാനോക്ക്, നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യൗസേപ്പ്, മോശ, യോശുവ, റാഹാബ്, ഈ ഇങ്ങനെയുള്ള വിശ്വാസ ധീരർക്ക് പുറമെ മറ്റു ചിലരെയും അതിനുശേഷം അദ്ദേഹം സ്മരിക്കുന്നുണ്ട്. ഗിദെയോന്, ബറാക്ക്, ശിംസോന്, നെഫ്താഗ്, ശമൂവേല്, ഇങ്ങനെ ധാരാളം ആളുകളുടെ വിശ്വാസപരമായ അവരുമായി ബന്ധപ്പെട്ട വിശ്വാസത്തെക്കുറിച്ച് വളരെ വിശദമായി 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹാബേലിന്റെ ആ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നീതിമാനാണെന്ന് അംഗീകരിക്കപ്പെട്ടു. അദ്ദേഹം മരിച്ചുവെങ്കിലും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പൗലോസ് ശ്ലീഹ പറയുക. മരിച്ചവർ ജീവിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി പൗലോസ് ശ്ലീഹ പ്രഖ്യാപിക്കുന്നുണ്ട്. ഹാബേൽ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. ദൈവമുണ്ടെന്നുള്ള വിശ്വാസം, ആ ദൈവം പ്രതിഫലം നൽകുന്നവനാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കാൻ കാരണമാകണം. അങ്ങനെ 7 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ പൂർവ്വപിതാക്കന്മാരിൽ ഓരോരുത്തരുടെയും വിശ്വാസവും അതിനനുസരണമായ പ്രവർത്തനങ്ങളും വിശദമായി ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ വിശ്വാസത്തിൻ്റെ നോട്ടം വരുവാനുള്ള ആ നഗരത്തിലേക്കുള്ള നോട്ടമായിരുന്നു ഇസ്രായേൽ ജനത്തിന് കനാൻ ദേശത്തെക്കുറിച്ച്. നമ്മൾ സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി ജീവിക്കുന്നു. ആ സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കിയാണ് പ്രത്യാശയോടെ നമ്മൾ ജീവിക്കുന്നത്. ആ വിശ്വാസവും പ്രത്യാശയും ഉള്ളതുകൊണ്ട് മാത്രമാണ് ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നത്. ആ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നിരാശയിലേക്ക് നമ്മൾ വീണുപോകും. 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വിശ്വാസവീരന്മാർക്കുള്ള കഴിവുകളെക്കുറിച്ച് പൗലോസ് ശ്ലീഹ ഇവിടെ പറയുന്നു. 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസവീരന്മാരാണെങ്കിൽ പോലും അവർ കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്ന് പറയുന്നു. 39-40 വാക്യങ്ങളിൽ അവർ നമുക്കായി കാത്തിരിക്കുന്നുവെന്ന് പറയുന്നു. അപ്പോൾ ആ വിശ്വാസം എന്നുള്ളതാണ് ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം. ആ വിശ്വാസമില്ല എങ്കിൽ ദൈവമനുഷ്യ ബന്ധം പിന്നില്ല. നമ്മൾക്ക് ദൈവത്തെ ആക്ഷരികമായി അല്ലെങ്കിൽ ശാരീരിക തലത്തിൽ ഇന്ന് കണ്ടു വിശ്വസിക്കാൻ പറ്റില്ല. കണ്ടവർ എഴുതിയതാണ് നമ്മൾ ഈ സുവിശേഷങ്ങളിൽ ബൈബിളിൽ നമ്മൾ വായിക്കുന്ന സുവിശേഷങ്ങളും ലേഖനങ്ങളും ഒക്കെ. ലൗകികമായി പലതും നമ്മളങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഉദാഹരണം, മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി ഇന്ത്യ അംഗീകരിക്കുന്നു. നമ്മളിൽ പലരും മഹാത്മാഗാന്ധിയെ കണ്ടിട്ടില്ല. പക്ഷേ മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ പൂർവികർ പറഞ്ഞു, ആയതുപോലെ ദൈവത്തെക്കുറിച്ചും ദൈവാനുഭവത്തെക്കുറിച്ചും പൂർവികർ പറഞ്ഞതിനെ നമ്മൾ വിശ്വസിക്കുകയാണ്. ആ വിശ്വാസമാണ് ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് പലപ്പോഴും അവിശ്വാസമാണ് ഉണ്ടാവുക, നമ്മൾ കണ്ടില്ല അനുഭവിച്ചില്ല എന്നതുകൊണ്ട്.
ഞാൻ കണ്ടില്ല, കേട്ടില്ല, അനുഭവിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ സംഭവങ്ങൾ ഇല്ല എന്നതിനർത്ഥമില്ല. അപ്പം അതുകൊണ്ട് ദൈവത്തെയും ദൈവികമായതിനെയും വിശ്വാസത്തിൻ്റെ കണ്ണുകളോടെ കാണുവാനും ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ നമുക്കിടയാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഓരോ ദിവസവും നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.